ഏവർക്കും വന്ദനം. ഈ വീഡിയോയിൽ ഞാൻ അല്പം രാഷ്ട്രീയം സംസാരിക്കാൻ പോവുകയാണ്. പക്ഷേ രാഷ്ട്രീയം പോലെയല്ല. എനിക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമില്ല. എന്നാലും നമ്മുടെ മധ്യ സംഭവിക്കുന്ന സ്ഥിതിഗതികൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നതുകൊണ്ട് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന വിഷയങ്ങളും കൈകാര്യം ചെയ്യുവാൻ ആവശ്യമുണ്ട് എന്നൊരു തോന്നലാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഈ വീഡിയോയിൽ കൂടെ നാം ശ്രമിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ BJP പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്താണ്? ഇന്ന് ഭാരതത്തിലുള്ള മറ്റെല്ലാ പാർട്ടികളേക്കാൾ തന്ത്രം ഏറ്റവും ബൃഹത്തായും സമൃദ്ധമായും പ്രയോഗിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ടാണ് BJPക്ക് അസൂയാവഹമായ വളർച്ചയും അധികാര പ്രാബല്യവും കൈവന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ന്യായമാണ്, സ്വാഭാവികമാണ്. ഞാനതിനെ ഒരു വിധത്തിലും മോശമാക്കാൻ ശ്രമിക്കുകയല്ല. പക്ഷേ ചെറിയ തോതിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഏതെങ്കിലും സംഭവ വികാസങ്ങൾ എൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചാൽ അതിനെപ്പറ്റി ചിന്തിക്കുക, അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സമീപന രീതി, an angle of vision, a perspective കണ്ടുപിടിക്കുക, ഇത് എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിയുടെ കടമയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടക്കാം. BJP കേരളത്തിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം ഏതാണ്? ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി വളരെ നാളുകൾക്ക് മുൻപ് എഴുതപ്പെട്ട ഒരു പുസ്തകം പരാമർശിക്കേണ്ട ആവശ്യം എനിക്കുണ്ട്. ആ പുസ്തകം ആരാ എഴുതിയത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പേര് പെട്ടെന്ന് പരിചയമുള്ളതാണ്, ഓർമ്മ വരും. മാക്സ് വെയ്ബർ, WEBER, മാക്സ് വെയ്ബർ, MAXWEBER. ആധുനിക സോഷ്യോളജിയുടെ തലതൊട്ടപ്പന്മാർ രണ്ട് പേരുണ്ടെങ്കിൽ ഒന്ന് മാക്സ് വെയ്ബറും മറ്റേത് എമിൽ ഡുർഖായുമാണ് എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിൻ്റെ പേര്, ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ദ റിലിജിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ മതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അതാദ്യം ജർമ്മൻ ഭാഷയിൽ എഴുതപ്പെട്ടു. അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ട് ഇന്ത്യയിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1992 അത് ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകം വായിക്കാനിടയായത്. അതിലനേകം കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രസക്തമായ ഒരു ആശയം മാത്രം ഞാനിപ്പോൾ സൂചിപ്പിച്ചുകൊണ്ട് ബാക്കിയുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കിട്ടുകൊള്ളാം. അദ്ദേഹം പറയുന്നത്, ആര്യന്മാർ പേർഷ്യൻ ഇടങ്ങളിൽ നിന്ന്, ഫ്രം ദ റീജിയൻ ഓഫ് പേർഷ്യ, ഭാരതത്തിലേക്ക് കുടിയേറി വന്നു. The Aryans migrated from the Persian region to India. അവരാദ്യം സിന്ധു നദിയുടെ തീരത്ത് സെറ്റിൽ ചെയ്തു. അത് വീർ സർവാക്കറുടെ ഹിന്ദുത്വ എന്ന പുസ്തകം വായിച്ചാൽ ഇതേ ആശയമുണ്ട്. അതുകൊണ്ട് മാക്സ് വെബർ ആരെയും അധിക്ഷേപിച്ചു എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ആര്യന്മാർ ഭാരതത്തിൽ കുടിയേറി വന്നവരാണ് എന്നതാണ് മാക്സ് വെബറും വീർ സർവാക്കറും ഒന്നുപോലെ പറയുന്നത് എന്നതുകൊണ്ട് അത് പരാമർശിക്കാനുള്ള ഒരവകാശം നമുക്കുണ്ട്. പക്ഷേ ഇപ്പോൾ സംഘപരിവാറിൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ പറയുന്നത് തികച്ചും രാജ്യദ്രോഹമാണ്. എന്നാൽ അവരുടെ തന്നെ തലതൊട്ടപ്പന വീർ സവർക്കറാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി അവർക്ക് ബോധമുണ്ടോ ഇല്ല എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട്, വളരെ വിശദീകരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ അത് മനസ്സിലാകും. ഹിന്ദുത്വ ബൈ വീർ സവർക്കർ, അത് 1923 രചിക്കപ്പെട്ടത്. പിന്നെ പലതവണ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സ് വെബർ എന്താണ് പറയുന്നത്? അങ്ങനെ സിന്ധു നദീതീരത്ത് വന്ന് കുടിയേറി പാർത്ത ഈ ആര്യൻ വർഗം, ഗോത്രം,
അവിടെ നിന്ന് ക്രമേണ ഭാരതത്തിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും അവരുടെ സ്വാധീനം വികസിപ്പിച്ചെടുത്തു. അവർ ക്രമേണ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ കീഴടക്കി. അതിനുവേണ്ടി അവരുപയോഗിച്ച തന്ത്രം എന്തായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഇപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ളത്. അവർ മാക്സ് വെബർ ആ പുസ്തകത്തിൽ പറയുന്നത്, ഈ ഇത്ര വലിയ ഒരു ഉപഭൂഖണ്ഡത്തെ ഏതാണ്ട് 900 ഇയേഴ്സ് 900 വർഷങ്ങൾ കൊണ്ടാണ് പേർഷ്യൻ ഭാഗത്തു നിന്ന് കുടിയേറി വന്ന ആര്യന്മാർ കീഴടക്കിയത്. അതിന് അവരുപയോഗിച്ച തന്ത്രം അന്നുണ്ടായിരുന്ന അനേകം ഗോത്രവർഗ്ഗക്കാർ, അവർക്ക് അവരുടേതായ നേതാക്കന്മാരും മതങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഭാരതത്തെ തങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിൽ കൊണ്ടുവരുവാനും ആര്യൻ കൾച്ചറിനെ കേന്ദ്രീകരിച്ച് ഭാരതത്തെ ഒന്നാക്കുവാനുമായി അന്ന് ഉപയോഗിക്കപ്പെട്ട തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഓരോ സ്ഥലത്തും ചെന്ന് അവിടുത്തെ ഗോത്രവർഗത്തിൻ്റെ ചീഫ് തലവനെ കണ്ടുപിടിക്കും. അദ്ദേഹത്തെ സ്വാധീനം ചെയ്ത് ഈ കൂട്ടത്തിലേക്ക് ദത്തെടുക്കും. co-opting the chieftains of various people groups. കാരണം ഒരു ഗോത്രവർഗത്തിൻ്റെ തലവനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുഴുവനും ഇങ്ങോട്ട് പോരും. അതുകൊണ്ട് അനേകായിരം പേരെ മതപരിവർത്തനം അല്ലെങ്കിൽ സാംസ്കാരികമായ പരിവർത്തനം വരുത്തേണ്ട ആവശ്യമില്ല. അവിടെയും ഇവിടെയും പോയി ഓരോരുത്തരെ പെറുക്കിയെടുത്താൽ അവരുടെ അനുയായികളായി അനേകം ആയിരങ്ങൾ സ്വമേധയായി ഇങ്ങ് വരും. അങ്ങനെയാണ് ഇവർ ഭാരതത്തെ മുഴുവനും കീഴടക്കിയത് എന്നാണ് മാക്സ് വെബറിൻ്റെ തിയറി. ഇത് തെറ്റാണോ ശരിയാണോ എന്ന് തെളിയിക്കുവാൻ ഞാൻ ആളല്ല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇത് ശരിയാണെന്നാണ് വീർ സർവാക്കറിൻ്റെ അനുമാനം. അദ്ദേഹം അതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. ആ വിവാദം ഇപ്പോൾ വളരെ ശക്തമായി നിലനിൽപ്പുണ്ട്. ഞാൻ ആ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ഒരു മർമ്മം ഉപയോഗിച്ച് കേരളത്തിൽ ഇപ്പോൾ BJP ഉപയോഗിക്കുന്ന രാഷ്ട്രീയ തന്ത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് എൻ്റെ പക്ഷം. ഇതിനെ നിങ്ങൾ പരിഗണിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്നെ അറിയിച്ചാൽ അതെനിക്കും പ്രയോജനപ്പെടും. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം വളരെ ശക്തമായ ആക്രമണം ഉണ്ടാകും. കാരണം സംഘ് പരിവാറിൻ്റെ അംഗരക്ഷകരായി അനേകം ആളുകൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ജാഗരൂകരായുണ്ട്. ഞാനൊരു വാചകം പറഞ്ഞാൽ അതിനെ വലിച്ചു കീറി എന്നെയും കൊടുക്കുമെങ്കിൽ ഭിത്തിയിൽ ഒട്ടിക്കാൻ തക്കവണ്ണം കച്ച ഉടുത്ത് ഇറങ്ങിയിരിക്കുന്ന അനേകരുണ്ട്. പക്ഷേ അത് അവരവരുടെ കർത്തവ്യം ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ കർത്തവ്യം കൂടെ ചെയ്തു കൊള്ളട്ടെ. കാരണം എൻ്റെ കർത്തവ്യം ചെയ്തെങ്കിലേ അവർക്ക് അവരുടെ കർത്തവ്യം ചെയ്യാനൊക്കത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ കേരളത്തിൽ നിന്നൊരു പക്ഷേ ആദ്യമായി BJPയിലേക്ക് പോയ ശ്രദ്ധേയനായ വ്യക്തി അൽഫോൺസ് കണ്ണന്താനമാണ്. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയുടെ പശ്ചാത്തലത്തിൽ നിന്നാണ് അങ്ങോട്ട് പോയത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിനുശേഷം ജേക്കബ് തോമസ് അങ്ങനെയുള്ള അനേകം പേർ പോയി. അനേകമില്ല, ഏതാനും പേർ പോയി. മേജർ രവി അങ്ങനെയുള്ള ആളുകൾ. പക്ഷേ അത് അങ്ങുമിങ്ങും പ്രത്യേകിച്ച് വലിയ കണക്കുകൂട്ടലില്ലാതെ പൊഴിഞ്ഞുള്ള പോക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് വളരെ തന്ത്രപരമായി പ്രധാനപ്പെട്ട കണ്ണികളെയാണ് BJP ലക്ഷ്യം വെച്ച് അവരുടെ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നത് വളരെ ശ്രദ്ധ അർഹിക്കുന്നതാണ്. ഉദാഹരണമായിട്ട് ആദ്യം കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടുന്ന, വളരെയധികം തലയെടുപ്പുള്ള, വലിയ പാരമ്പര്യം അവകാശപ്പെടുവാൻ ന്യായമുള്ള ശ്രീ AK ആൻ്റണിയുടെ മൂത്ത മകൻ അനിൽ ആൻ്റണിയെ കൊണ്ടുപോയി. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അനിൽ ആൻ്റണി പോയി എന്ന് പറഞ്ഞാൽ തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതിനുശേഷം
കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പനായിരുന്ന കരുണാകരൻ്റെ മകളെ കൊണ്ടുപോയി, അല്ലെങ്കിൽ പത്മജ പോയി, അല്ലെങ്കിൽ പത്മജ തീർന്നു. ഇപ്പോഴിതാ വരുന്ന ന്യൂസ് അനുസരിച്ച് വീടിൻ്റെ വെളിയിൽ തേങ്ങ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട്. അത് കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നത് കണ്ടിട്ട് ഞാൻ അതിനെ ഓടിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഓടിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ആ കാക്കകളും ജീവിക്കണ്ടേ? പക്ഷേ കാക്കകൾ വിചാരിക്കണം ഈ വയസ്സിനും ജീവിക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ സാരമില്ല. അപ്പോൾ ഈ കാക്ക കൊത്തി കാത്തുവെച്ചൊരു കസ്തൂരി മമ്പഴം കാക്ക കൊത്തിപ്പോയി, അയ്യോ കാക്കച്ചി കൊത്തിപ്പോയി എന്ന പാട്ടും നമ്മുടെ വിഷയത്തിന് ബന്ധമുള്ളതാണ് എന്ന സമയത്ത് സാന്ദർഭികമായി കാക്ക ഒന്ന് ശല്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. അപ്പോൾ അത് പറന്നുപോയതിൻ്റെ ശബ്ദം നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കാനിടയായി കാണും. അപ്പോൾ കരുണാകരൻ്റെ മകളെ കൊണ്ടുപോയി. ഇപ്പോൾ വരുന്ന ന്യൂസ് അനുസരിച്ച് BJPയുടെ അടുത്ത ലക്ഷ്യം ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകളായ വളരെയധികം നേതൃത്വ പാഠവും കഴിവുമുള്ള അച്ചു ഉമ്മനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള വല വീശിയിരിക്കുന്നു എന്ന അറിവാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ കൂടെ BJP വിജയിച്ചാൽ എത്ര തന്ത്രപരമായ ഒരു മുന്നേറ്റമായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കും. അടുത്ത് വരാൻ പോകുന്ന പോസ്റ്റർ എന്തായിരിക്കും? ഒരു BJP സ്ഥാനാർത്ഥി, അതിലേറ്റവും പ്രകടമായി നരേന്ദ്രമോദിയുടെ പടം, അതിന് തൊട്ട് പിന്നാലെ അമിത്ഷായുടെ പടം, പിന്നെ വരാൻ പോകുന്ന 3 പടങ്ങൾ ആൻ്റണി, കരുണാകരൻ, ഉമ്മൻചാണ്ടി. അതോടുകൂടെ പൂർത്തിയായി. ആലോചിച്ച് നോക്കൂ, ചിന്തിച്ച് നോക്കൂ. ആൻ്റണി, കരുണാകരൻ, ഉമ്മൻചാണ്ടി. അതോടുകൂടെ കേരളത്തിലെ കോൺഗ്രസ് പാരമ്പര്യം മുഴുവനും ഇപ്പോൾ ഞങ്ങളുടേതായി എന്ന് അവകാശമുന്നയിക്കുവാൻ BJPക്ക് കഴിയും. ഇവിടെ ഞാനൊരു ഇംഗ്ലീഷ് പദം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് പരിചയമുള്ള പദമായിരിക്കും, വളരെ പ്രയോജനപ്പെടുന്ന വളരെ അർത്ഥവത്തായൊരു പദമാണ്. ഫ്രീ ബൂട്ടിംഗ് എന്ന് പറയും. ഫ്രീ ബൂട്ടിംഗ്, FREE, ഫ്രീ ബൂട്ടിംഗ്, BOOTING, ഒറ്റ വാക്കാണ് ഫ്രീ ബൂട്ടിംഗ്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ സ്വത്ത് നമ്മുടേതാക്കുക. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ കോൺഗ്രസിൻ്റെ അതികായനായ നേതാവായിരുന്നു. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ BJPയുടെ സ്വത്താണ്. അതുപോലെ തന്നെ BR അംബേദ്കർ BJPയുടെ സ്വത്താണ്. മഹാത്മാഗാന്ധി BJPയുടെ സ്വത്താണ്. സുഭാഷ് ചന്ദ്രബോസ് BJPയുടെ സ്വത്താണ്. ഇതെല്ലാം ഫ്രീ ബൂട്ടിംഗ് എന്നാണ്. അതിൻ്റെ കറക്റ്റ് വേർഡ്, ആക്യുറേറ്റ് വേർഡ് ഫ്രീ ബൂട്ടിംഗ്. ബൈ ദ വേ, the mark of an educated mind is precision in the use of the language. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കറക്റ്റ് വേർഡ്സ്, യൂസ് ദ കറക്റ്റ് വേർഡ്സ്. പ്രിസിഷൻ ഇൻ ഡിക്ഷൻ എന്ന് പറയും. പ്രിസിഷൻ ഇൻ ഡിക്ഷൻ. ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ചോയ്സ് ഓഫ് വേർഡ്സ്. ഉദാഹരണമായിട്ട് ഇംഗ്ലീഷിൽ സൗന്ദര്യം, ബ്യൂട്ടി എന്ന പദത്തിന് 27 പര്യായങ്ങളുണ്ട്. ഈ 27 പര്യായങ്ങളും സൗന്ദര്യം എന്ന ആ ഒരു പ്രതിഭാസത്തെ സൂചിപ്പിക്കുമെങ്കിലും അതിന് ഓരോരുത്തരും പ്രത്യേകമായ ഷെയ്ഡ് ഓഫ് മീനിങ് ഉണ്ട്. അത് മനസ്സിലാക്കി പ്രയോഗിക്കുമ്പോഴാണ് ഭാഷ ഉപയോഗിക്കുന്നതിൽ ഏതാണ്ട് ഒരു വിദ്യാഭ്യാസം പ്രാപിച്ച വ്യക്തിയാണ് എന്ന് തോന്നുന്നത്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളൂ. ഞാൻ കൂടുതലായി ഭാഷയെപ്പറ്റി പറഞ്ഞ് ഞങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അപ്പോൾ ഫ്രീ ബൂട്ടിംഗ്, കോൺഗ്രസിൻ്റെ പാരമ്പര്യം മുഴുവനും BJPയുടേതായി കൺവേർട്ട് ചെയ്യാൻ, പരിവർത്തനം പോലെ ഇത് രാഷ്ട്രീയമായ പരിവർത്തനമാണ്. BJP ഈസ് ട്രൈയിങ് ആൻഡ് സക്സീഡിങ് ഇൻ കൺവേർട്ടിങ് കോൺഗ്രസ് ഇൻ ടു BJP. നമുക്കറിയാം, ഭാരതത്തിലാകമാനം വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ BJPയിലേക്ക് പോകുവാൻ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അതിനേക്കാൾ അപ്പുറത്താണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യം മുഴുവനും പെട്ടെന്ന് ഞങ്ങളുടേതാണ് എന്ന് അവകാശം ഉന്നയിക്കുവാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. കുറഞ്ഞ പക്ഷം അടുത്ത ഇലക്ഷൻ, അതായത്
29 ഇലക്ഷനാകുമ്പോൾ കോൺഗ്രസ്സിലെ ഒട്ടുമുക്കാലും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ബി ജെ പിയുടേതായി മാറിക്കഴിയും. അപ്പോൾ വരാൻ പോകുന്ന ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും ബാനറും ഒക്കെ നമുക്ക് ഇപ്പോൾ തന്നെ വിഭാവന ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി എന്തുകൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ അതും കൂടെ പറയാൻ നിർത്താൻ പോവുകയാണ്. ചരിത്രപരമായ കാര്യങ്ങളാണ്. ഇത് ചുമ്മാ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണെന്നുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. കോൺഗ്രസ്സുകാർക്ക് പറ്റിയൊരു വലിയ പ്രശ്നം, അവർ ദീർഘനാളായി അധികാര കസേരയുമായി തോളുരുമി നിന്നു. അധികാരം അധികാരം അധികാരം, അതിൻ്റെ ആനുകൂല്യം. അങ്ങനെ അധികാരമെന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ്സിനേക്കാൾ, ലഹരി മരുന്നിനേക്കാൾ അഡിക്ഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ അധികാരം. അപ്പോൾ അങ്ങനെ പീപ്പിൾ ഹു ആർ അഡിക്റ്റഡ് ടു പവർ, അത് അധികാരം കൈവിട്ട് കഴിയുമ്പോൾ അവർക്ക് ആകപ്പാടെ വെപ്രാളമാണ്. വിഡ്രോവൽ സിംറ്റം എന്ന് പറയും ഇംഗ്ലീഷിൽ, വിഡ്രോവൽ സിംറ്റം. അത് ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ വിഡ്രോവൽ സിംറ്റത്തിലിരിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് അധികാരം കൈയാളുന്ന ബി ജെ പിയിലേക്ക് പോകാനായിട്ട് ആന്തരികമായിട്ട് വലിയൊരു കൊതിയാണേ. അവരെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് വലുതായിട്ട് കഷ്ടപ്പെടുകയോ ശ്രമിക്കുകയൊന്നും വേണ്ട. ഈ പഴുത്ത് ഞെട്ടറന്ന് വീഴാനായിരിക്കുന്ന മാമ്പഴം പോലെ അവർ വീഴാനായിട്ട് കാത്തിരിക്കുക, താഴെ കൊട്ടയൊന്ന് പിടിച്ചു കൊടുത്താൽ മതി, വീണ് തരുവേ, അങ്ങനൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ സുപ്രധാനമായ ചില മാറ്റങ്ങൾക്കും സന്നാഹങ്ങൾക്കും നാം ഇതാ സാക്ഷികളായിക്കൊണ്ടേയിരിക്കുന്നു. ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിനെ തിരിച്ചറിയാൻ കഴിയുന്നതും അതിനെപ്പറ്റി ചരിത്രപരമായും വസ്തുനിഷ്ഠമായി ചിന്തിക്കാൻ ഒക്കുന്നതും ഒരു പ്രത്യേകമായ അനുഗ്രഹമാണ് എന്നതിൻ്റെ അനുഭവമാകിയാൽ ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് അത് നിങ്ങളുമായി പങ്കിടുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് കേൾക്കുന്നത് കൊണ്ടും ഇതിനെപ്പറ്റി നിങ്ങൾ പ്രതികരിക്കുമെന്നതുകൊണ്ടും ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ എന്നെ സർവശക്തിയും ഉപയോഗിച്ച് ആക്രമിക്കാൻ കാത്തിരിക്കുന്ന സംഘ് പരിവാർ എരിവുകാരോട് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിപ്പാനും നിങ്ങളുടെ ആശയങ്ങൾ എല്ലാവരെയും അറിയിക്കുവാനും ഭാരതത്തിലുള്ള എല്ലാവരും നിങ്ങളുടെ ആശയങ്ങൾ അറിയണമെന്ന്, നിങ്ങൾ പറയുന്നത് കേൾക്കണമെന്ന് താല്പര്യമുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അവരുടെ അഭിപ്രായം മറ്റുള്ളവരെ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. മറ്റുള്ളവർ അല്പം ചിന്തിച്ചതുകൊണ്ട് നിങ്ങൾ മണ്ണടിഞ്ഞു പോകുകയില്ല. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചാൽ നിങ്ങൾ ബലൂൺ പോലെ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ അല്പത്തരത്തെ മാത്രം കാണിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത്രമാത്രം ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ലോകത്തിലെ ഏറ്റവും പണസമ്പത്തുള്ള പാർട്ടി, ഭാരതത്തെ ഇനി അടുത്ത 500 വർഷം ഭരിക്കാൻ പോകുന്ന പാർട്ടി, എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് അനാവശ്യമായിട്ട് ഈ ഇൻസെക്യൂരിറ്റി പൊതുവായിട്ട് കാണിക്കുന്നത്? മനുഷ്യർ ചിന്തിച്ചോട്ടെ. ദൈവം നൽകിയ ചിന്താ സ്വാതന്ത്ര്യം, ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, അതാരെങ്കിലും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ ജ്വരം പിടിക്കുന്നത്? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വല്ലപ്പോഴുമൊക്കെ ഒന്ന് മറ്റുള്ളവർ പറയുന്നതും കൂടെ ഒന്ന് കേൾക്കുന്നത് കൊണ്ടൊരു നഷ്ടവുമില്ല. ഏതായാലും കേട്ടാലും കേട്ടില്ലാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങൾ വെറുക്കുമ്പോഴും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം ഒരു മനുഷ്യനെന്ന് പറയുന്നത് അവൻ വെച്ച് പുലർത്തുന്ന ചില രാഷ്ട്രീയ അഭിപ്രായമോ അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയോ മാത്രമല്ല, അവൻ ഒരു വലിയ പ്രതിഭാസമാണ്. അവനെ തന്നെ അറിയുന്നില്ല. അതിന് മറ്റൊരു കാര്യം, മനുഷ്യൻ കുരങ്ങിനെ പോലെ പ്രവർത്തിക്കാം, കാട്ടുപോത്തിനെ പോലെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ പാമ്പിനെ പോലെ പ്രവർത്തിക്കാം. പക്ഷേ ആത്യന്തികമായ മനുഷ്യനാണ്. അതുകൊണ്ട് അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനപ്പുറത്ത് അവനൊരു മാഹാത്മ്യമുണ്ട് എന്ന് തിരിച്ചറിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഏത് വിധത്തിൽ ആക്രമിച്ചാലും അപലപിച്ചാലും എനിക്ക് നിങ്ങളോടുള്ള മാനുഷികമായ കരുതലും സ്നേഹവും കുറയുകയില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറയും. ഇവിടെ പ്രസിദ്ധ ഫ്രഞ്ച് ചിന്തകനായിരുന്ന വോൾട്ടയർ പറഞ്ഞൊരു കാര്യം കൂടി ഉദ്ധരിച്ച് നിർത്താൻ പോകുകയാണ്. അദ്ദേഹം പറയുന്നത്, I will tell you, I respect your freedom of opinion, but I will tell you that what you are saying is wrong. I will tell you that what you are doing is wrong, but I will defend with my life your right to say what you want to say. അവിടെയാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ യാതൊരു നിബന്ധനയുമില്ലാത്ത സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുപോലെ തന്നെ
വല്ലപ്പോഴും ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുള്ള സ്വാതന്ത്ര്യം മറ്റുള്ളവരും കൂടെ അനുവദിച്ചോട്ടെ. ഈ രാഷ്ട്രീയ അടിയാളന്മാർ വല്ലതൊക്കെ വല്ലപ്പോഴും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതിനുള്ള സ്വാതന്ത്ര്യം തരണേ എന്നോട് വിനീതമായി അപേക്ഷിക്കുന്നു. ഏവർക്കും നന്ദി. സബ്കോ സന്മതി ദേ ഭഗവാൻ.